യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസന തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ വിശുദ്ധ പത്രോസിന് പിൻഗാമിയായി ഇന്നും തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് കർത്താവ് വിശുദ്ധ പത്രോസിനെ സിംഹാസനത്തോളം ഉയർത്തി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് കർത്താവ് വിശുദ്ധ പത്രോസിനെ തൻ്റെ 12 ശിഷ്യന്മാരിൽ പ്രമുഖനായി തിരഞ്ഞെടുക്കുന്നത്? അതിനുള്ള ഉത്തരമായിരിക്കാം ഇന്നത്തെ തിരുനാളിൻ്റെ പ്രാധാന്യവും അർത്ഥവും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് പ്രകാരമാണല്ലോ. യേശു ശിമയോൻ പത്രോസിനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ അനുഗ്രഹീതൻ. എന്തെന്നാൽ മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. വിശുദ്ധ പത്രോസ് ആശ്രയിച്ചത് സ്വന്തം മാംസത്തിലും രക്തത്തിലുമല്ല, എന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും അല്ല, മറിച്ച് ദൈവീക വെളിപാടിൽ ആശ്രയിച്ചതുകൊണ്ട് ആ വെളിപാട് സ്വീകരിക്കുകയും ആ വെളിപാടനുസരിച്ച് ജീവിക്കുകയും ആ വെളിപാട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. മറ്റു വാക്കുകളിൽ അവൻ സിംഹാസനത്തോളം ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ വിശുദ്ധ പത്രോസിന് ഉണ്ടായ ഈ വെളിപാട് യേശു തൻ്റെ മറ്റ് 11 ശിഷ്യന്മാർക്കും നൽകിയിട്ടുണ്ടാകാം. എന്നാൽ അവർ സ്വീകരിക്കാതിരുന്നപ്പോഴും വിശുദ്ധ പത്രോസ് അവ സ്വീകരിക്കുകയും അവ ഏറ്റുപറയുകയും ചെയ്തതുകൊണ്ടാണ് കർത്താവ് വിശുദ്ധ പത്രോസിനെ പ്രമുഖനായി തിരഞ്ഞെടുക്കുന്നതും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ ആരൊക്കെ ദൈവീക വെളിപാടുകൾ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണം, വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ എലിസബത്ത് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണല്ലോ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീതയാണ്. പരിശുദ്ധ മറിയം അനുഗ്രഹീതയായത് ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിക്കുകയും ആ വെളിപാടിൽ വിശ്വസിക്കുകയും ആ വെളിപാടനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോഴാണ്. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നത് പ്രകാരമാണ്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുകയും കേൾക്കുകയും അവ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാണ്. സ്നേഹമുള്ളവരെ, ആരൊക്കെ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും ആ വാക്കുകൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നുണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും, വിശുദ്ധ പത്രോസിനെ പോലെ സിംഹാസനത്തോളം ഉയർത്തപ്പെടും എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടവർ, ഭാഗ്യപ്പെട്ടവരെന്ന് ഇന്ന് നാം കരുതുന്നത് സമ്പത്തുള്ളവർ, അധികാരമുള്ളവർ, മറ്റുള്ളവരുടെ പ്രശംസ സ്വീകരിക്കുന്നവർ എന്നാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന് മുൻപിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഭാഗ്യപ്പെട്ടവരായി മാറുന്നത് ആരൊക്കെ ദൈവീക വെളിപാടുകൾ സ്വീകരിക്കുകയും അവ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിന് നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പത്രോസിനെ പോലെ സ്വന്തം മാംസത്തിലും രക്തത്തിലും അല്ല, അതായത് സ്വന്തം ശക്തിയിലും ബുദ്ധിയിലുമല്ല, ദൈവീക വെളിപാടിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വെളിപാടനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.